വെൽക്കം ബാക്ക് ടു നമ്മൾ കസിൻസ് എല്ലാം കൂടെ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയായിരുന്നു. ഞാൻ അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാഗമണാണ് നമ്മൾ പോയത്. ഇപ്പം എല്ലാരെയും ഓരോ സ്റ്റോപ്പിൽ നിന്ന് പിക്ക് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ നമ്മളിവിടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി എല്ലാവരും ഡാൻസ് കളിക്കാൻ ഇറങ്ങി. എല്ലാവരും തന്നെ ഇറങ്ങി. നമ്മളൊരു 10:11 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡാൻസ് കളിച്ചപ്പോൾ എല്ലാവരും ക്ഷീണിച്ചു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരിടത്ത് ഇറങ്ങി. കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം മതി. ഞങ്ങൾ കുറച്ച് കഴിക്കാൻ പോവാം. This is not Bengali. This is a Bengal Malayali. Okay. Welcome back to നാടൻ കാളുണ്ട്, ഏത് ഭാഷയോ? കിരമോന്റെ ഫോണിങ് എടുത്താ ഞാൻ എടുത്തു തരാം. അയ്യോ ഒറ്റ ഒന്നും വെള്ളം ഇല്ലല്ലോ. എന്നെ അരുൺചേട്ടാ വല്ലതും പറയാനുണ്ടോ? അരുൺചേട്ടാ വല്ലതും പറയാനുണ്ടോ? വെള്ളം എന്ന് പറയുന്ന സാധനമില്ല. ആ പഠിച്ചിരി അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നമ്മൾ ഇതിൽ കൂടുതൽ ഐറ്റംസ് ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ കഴിച്ചപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്തു. എല്ലാവരുടെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞുകൊണ്ട് പിന്നെ ഇരുന്നുള്ള ഗെയിംസ് ഒക്കെ ആയിരുന്നു. ശരി, അവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ 2 ടീമായിട്ടാണ് നമ്മളിതിവിടെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിവുള്ള ഞാനും അനുചേട്ടൻ 2 ടീമായിട്ട് നിൽക്കുന്നു. പിള്ളേരൊക്കെ 2 ടീമിൽ നിൽക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്നുള്ളവർക്കൊക്കെ മലയാളം അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. അജലാൽ എത്രയും പ്രിയപ്പെട്ട ആദ്യമോൻ കുഞ്ഞിന്റെ ഒരു മാല വൈക്കരത്തിൽ നമ്മളുടെ കടലുണ്ണി മാല കുട്ടി കഴിഞ്ഞിട്ട് മറ്റൊന്നും നമുക്കുള്ളൂ. അങ്ങനെ നമ്മൾ കാരിക്കാട് വ്യൂ പോയിന്റ് എത്തി. കൊച്ചി എത്തി എന്ന് പറയുന്ന പോലെ ഇവിടെ ആകുമ്പോഴാണ് എനിക്ക് വാഗമണ അടുക്കാറായെന്ന് മനസ്സിലാവുന്നത്. എത്ര തവണ വന്നിട്ട് അത് അങ്ങോട്ട് കത്തുന്നില്ല സ്ഥലം. ഞങ്ങളിപ്പോ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് തേയിലത്തോട്ടത്തിൽ. എല്ലാവരും അപ്പൊ അവരവരുടെ ലോകത്താണ് കേട്ടോ. ഫോട്ടോസ് എടുക്കുന്നു. അടുത്തൊരാഴ്ചത്തേക്കുള്ള സ്റ്റാറ്റസുകളാണ് ഈ കാണുന്നതൊക്കെ. നമ്മളപ്പോ ട്രാവൽസിലാണ് വന്നത്. നമ്മുടെ സ്വന്തം വണ്ടി ലാൽ ഹോളിഡേയ്സ്. എനിക്ക് ഈ ഓരോ സിനിമയിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുള്ള പ്രേതമുള്ള അതുപോലെ ഒരു വഴി കുഞ്ഞു കുഞ്ഞായിട്ട് വരിക. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തെത്തി. ആദ്യം ചെന്നപ്പോൾ എൻ്റെ കണ്ണിപ്പെട്ടത് പൂളാണ്. ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു. നമ്മൾ 10 പേരുണ്ടായിരുന്നു. എങ്കിലും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ് നല്ല പച്ചപ്പാട്ടോ. തേയിലത്തോട്ടമാണ് ഓപ്പോസിറ്റ്. ഇത് എക്സാക്റ്റ് വാഗമൺ അല്ല, ഏലപ്പാറയാണ് സ്ഥലം. പിന്നെ അങ്ങോട്ട് മൊത്തം ഓരോരുത്തർ എടുത്ത് എറിയുമായിരുന്നു. ഓ എന്റെ കൈയൊക്കെ ഓർത്തിട്ട് എടുക്കാൻ പറ്റും.
അത് കഴിഞ്ഞ് അവിടെ ഒരു മത്സരം തന്നെയായിരുന്നു. ഓരോരുത്തർ പക വീട്ടിൽ അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു. പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 2-3 മണിക്കൂർ പൂളിൽ തന്നെയായിരുന്നു. സമയം 6:45. സന്ധ്യയായപ്പോൾ ഇവിടെ വല്ലാണ്ട് അങ്ങ് തണുപ്പ് കൂടാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ പൂളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി അകത്തിരുന്ന് ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ കളിക്കുമായിരുന്നു. എന്താണേലും ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. പൂളുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ.